വാട്സപ്പ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെ എറണാകുളം കാർഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഓൾറെഡി മെയിലൊക്കെ അയച്ചായിട്ട് അവരൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളൊന്ന് കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഞങ്ങളും അത് തന്നെ സെയിം ഇഷ്യൂ ഞങ്ങൾക്കും വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4-ാം തീയതിയിലേക്ക് കറക്റ്റ് ഉത്തരം പറയാം. ഞാൻ പറഞ്ഞ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഞാൻ ചോദ്യം പറിച്ചതൊന്നും ഇല്ല. ഏകദേശം 1 മാസത്തിൽ കൂടുതൽ, 1 മാസം ആകാറായി. അപ്പം എന്നാൽ ആ കാർഡ് കൊടുക്കാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് തണ്ടർബേർഡിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തോ പോയത് ഹിമാലയം കുഴപ്പമില്ല. പക്ഷേ ഹിമാലയക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് മറ്റേ ഹൺഡ്ര ചാടി നിൽക്കുന്നതുകൊണ്ട് ഓടിക്കാൻ സുഖമായിരുന്നു. ഹിമാലയന് പതുക്കെ കയറും. എനിക്ക് കുറച്ച് ചാട്ടമുള്ള വണ്ടിയാണ് ഇഷ്ടം. കുറച്ച് നല്ല പവർ ഉണ്ടെങ്കിൽ ഓടിക്കാൻ സുഖമാണ്. അങ്ങനെ ഇങ്ങനെ പോവാം ആയിട്ട്. പിന്നെ അത് കൊള്ളായിരുന്നു, ഹൺഡ്ര കൊള്ളായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓടിച്ചിട്ടില്ല. ഇതിന് ചാട്ടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും എറണാകുളം വരെ പോയിട്ട് വരാം. എൻ്റെ ബൈക്കിൽ പോയേനെ, പക്ഷേ വേണ്ട. ആ ഹിമാലയൻ കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ചന്തിവീന എടുക്കും. ഇത് കുഴപ്പമില്ല, ഇത് നല്ലതായിരിക്കും തന്നെ പ്രതീക്ഷ. ഹൺഡ്ര കുഴപ്പമില്ലായിരുന്നു. ബുള്ളറ്റ് പിന്നെ പറയണ്ട, 1-2 മിനിറ്റ് കഴിഞ്ഞാൽ തീരുമാനമായിക്കോളും. എന്തായാലും പോകാം. ഞാനപ്പോൾ ബാഗിനകത്ത് ഗ്രാഫിക്സ് കാർഡ് എടുത്തിട്ടുണ്ട്. നല്ല വെയിലാമോനെ, ഇന്ന് ഞാൻ കറക്കുമോ? പെട്ടെന്ന് ഓടിക്കും. നമുക്ക് ഈ വഴി തണലുള്ള ഭാഗത്തോട് ഇപ്പോൾ ഹൈവേ കയറണ്ട. ഫൈനലി അങ്ങനെ ഓടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എറണാകുളത്തെത്തി, ഏസിൻ്റെ സർവീസ് സെൻറ്ററിൽ. ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടി വരാൻ എനിക്ക് താല്പര്യമുള്ളൂ, കാർഡ് മേടിക്കാൻ വേണ്ടി. അല്ലാതെ ഇനിയും വരാൻ പോകുന്നില്ല. എനിക്ക് വേറെ പണിയില്ല അവിടെ നിന്ന് ഇവിടം വരെ. എനിക്ക് വേറെ വർക്കുണ്ടല്ലോ. 1 മാസം ഫുൾ ഡിലേ. അതെല്ലാം കാർഡ് തന്നെ കൊടുത്തിട്ട് വരട്ടെ. പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞ് 3-ാമത്തെ പേപ്പറാണ്. ഞാനിവിടുത്തെ മാനേജറൊക്കെ പറഞ്ഞു, ബ്രോ എന്തിനാണ് വെറുതെ എന്നെ ഇട്ട് ഇത്രയും വലിപ്പിക്കാതെ, ഒരു കാർഡ് നന്നാക്കി ഫാൻ നന്നാക്കി തരാനുള്ള ഇങ്ങനെ ഇട്ട് വലിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും നിങ്ങൾ ഏസസിൻ്റെ പ്രകാരം ഒന്നുകൂടി ചെക്ക് ചെയ്യ്. 4-ാം തീയതിക്കുള്ളിൽ എനിക്കൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത് ഇൻസ്റ്റയിലോട്ട് പോകും, അതിലോട്ട് ആൾക്കാർ അറിയട്ടെ. വെറുതെ ഒരു കാർഡ് ഇത്ര രൂപയ്ക്ക് മേടിച്ചിട്ട് പിന്നെ വെറുതെ ആയിട്ട് എന്നെ ഇട്ട് വലിപ്പിക്കുന്നു. എന്നിട്ട് അവരുടെ പോളിസി അനുസരിച്ച് അവരെനിക്ക് വാറണ്ടി ക്ലെയിം തരുന്നില്ല. വെറുതെ ഇങ്ങനെ അതും ഇതും ടെക്നിക്കലായിട്ട് എനിക്ക് മെയിൽ വന്നായിരുന്നു. അറിയാം, അത് ചോദിക്കും എൻ്റെ ഡ്രൈവർ അപ്ഡേറ്റഡ് ആണോ, അതാണോ ഇതാണോ. ഞാൻ പറഞ്ഞ് ഡ്രൈവർ എന്ന് വെച്ചാൽ 3080 Ti ഡ്രൈവർ അപ്ഡേറ്റ് അല്ലെങ്കിൽ പോലും 20 FPS കൂടുതൽ കിട്ടും. അറിയാം, എല്ലാ അപ്ഡേറ്റഡ് ഒക്കെ തന്നെ. എൻ്റെ ഫുൾ സിസ്റ്റം ചെക്ക് ചോദിച്ചു. ഞാൻ തള്ളി അടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാ പിടിച്ചോന്ന്. 4.5 ലക്ഷം രൂപയുടെ സിസ്റ്റമാണോ അത്? ഇപ്പോൾ അവസാനം എൻ്റെ സിസ്റ്റത്തിന് കുഴപ്പമുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഇത് ബെഞ്ച് മാർക്ക് കൊടുത്ത് പ്രൂഫ് കൊടുത്ത് എല്ലാം കൊടുത്ത് പിന്നെ കാർഡല്ല സിസ്റ്റത്തിന് കുഴപ്പമുള്ള ഡൗട്ടൊക്കെ പോകുന്നതൊക്കെ ആവശ്യമില്ല. എന്തായാലും ഇനി ഇവിടെ വരത്തില്ല. ലാസ്റ്റ് ആയി ബോയ്സ്. ഇപ്പം ഇവിടം വരെ ഇത്രയും വന്ന സ്ഥിതിക്ക് ഇനി 2 മണിക്കൂർ എടുത്ത് ഞാൻ ആലപ്പുഴ പോകുന്ന മാസീന. ഞാൻ ഇവിടെ തണുത്ത സ്ഥലത്ത് പോകാം. ഓൾറെഡി ചൂട് കൊണ്ട് വിയർത്ത് കുളിച്ച് കരിവാളിച്ച്. അപ്പം തണുത്ത സ്ഥലം എന്ന് പറയുന്നത് കാശ്മീർ ഒന്നും പോകാൻ പറ്റത്തില്ല, അതിനുള്ള മൂടില്ല. നമുക്ക് എന്തായാലും വേറെ ഏതെങ്കിലും നല്ല സ്ഥലം തപ്പി പിടിച്ച് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയാണെന്നറിയില്ല. എന്നാലും മാപ്പിൽ നോക്കട്ടെ അടുത്തായിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ. വീട്ടിൽ പോകുന്നില്ല, വീട്ടിൽ നാളെ വല്ല പോവാം. ബോയ്സ്, അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാറിലോട്ട് പോവാം. യെസ്, എല്ലാം പെട്ടെന്നായിരുന്നു. എനിക്ക് ചൂടെടുത്ത് മടുത്തരാ. എന്തായാലും നമുക്കിന്ന് മൂന്നാറിൽ പോയിട്ട് ഒരു നല്ല റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് നല്ല കിടുവായിട്ട് പോകാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. ഞാൻ എത്തുമ്പോൾ പാതിരാത്രിയാവും. അവരുടെ കിടക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നാളെ നമ്മൾ മൂന്നാറിൽ കിടന്ന് കളിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു 4 മണിക്കൂറിലെത്തും. കൊള്ളാം അല്ലേ? ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിരുന്ന് ചിന്തിച്ച് കൂട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തായിട്ടുള്ളത് മൂന്നാർ അല്ലെ ഇടുക്കി പോകേണ്ടി വരും. ഇടുക്കിയാൽ മൂന്നാർ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ മൂന്നാറിലോട്ട് പിടിക്കാം. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യം പറയാം. ഏകദേശം ഞാൻ 2 മണിക്കൂറില്ല, 1.25-1 മണിക്കൂർ എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഇനി ഏകദേശം 2 മണിക്കൂർ ഞാൻ മൂന്നാർ എവിടെ എത്തും. റോഡിൽ എങ്ങനെ എന്താ ഒന്നും വലിയ വെളിച്ചമൊന്നുമില്ല ഈ സമയത്ത്. ഇപ്പോൾ ഒരു 8:45 ആളുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഹെയർ പിൻ കർവ് ഒക്കെ സ്റ്റാർട്ടായി കേട്ടി ഞാൻ നിങ്ങളൊക്കെ പറയാം എവിടെ എത്തിയെന്ന്. എനിക്ക് മുള്ളാനും മുട്ടുന്നു, പക്ഷേ ഇവിടെ എല്ലാം വീട് നല്ല സ്പോട്ട് നോക്കി അതും സാധിക്കണം. ഞാൻ എന്ത് പറയാനാണ് ഇത്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം പോലെ ഞാൻ ഇപ്രാവശ്യം മൂന്നാർ പോകുന്ന ഏതൊരു കാട്ടുവഴി കൂടിയാണെന്ന് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ ഇരിക്കില്ല, പട്ടിയും പൂച്ചയൊന്നുമില്ല. വല്ലപ്പോഴും ഒരു കാറ് വരും, ഇത്രേ ഉള്ളൂ. ഫുൾ ഇരുട്ട്, നിഗൂഢത എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നിഗൂഢത. ഞാൻ ചർച്ചകളുടെ ആ ചർച്ചയൊക്കെ നിൽക്കുമ്പോൾ എന്തുവാണിത്? എനിക്ക് ഏതോ ഒരു ചർച്ചയാണെന്ന് എനിക്കറിയത്തില്ല ഏതാണെന്ന്. ഒടുക്ക നിഗൂഢമായ ഒരു സ്ഥലം. എന്തായാലും ഇനിയും കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് നോക്കാം ഇവിടുന്ന് എത്തുവാന്ന്. പക്ഷെ ഇതെല്ലാം തോന്നുന്നു ഇത് നോർമൽ റോഡ്. പക്ഷെ നോർമൽ റോഡൊന്നും ഒന്നുമില്ല. നിങ്ങൾ എൻ്റെ പുറകെ കാണാനല്ലോ, ഇത് ഫുള്ളും ഇങ്ങനെയാ. ഇപ്പം ബൈക്ക് തന്നെ ഞാൻ കൊക്കയിലോട്ട് വീഴത്തില്ല, എന്നാലും എവിടെയെങ്കിലുമൊക്കെ തെല്ലിപ്പോയാല് അത് ഈ ഒരു കയറ്റം കാണാൻ നേരത്ത് വലിയ കയറ്റമായിട്ട് തോന്നത്തില്ല കേട്ടോ. ഈ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. ബൈക്ക് ഇടയ്ക്ക് വെച്ചെത്തിയപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചതാ. ബൈക്ക് ഞാനുമായിട്ട് പുറകിലോട്ട് തെല്ലി പോകും, നിൽക്കുന്നില്ല സാധനം. സീനായിരുന്നു. ഈ ടയറിന് എന്ന് വെച്ചാൽ ടയറിന് ഗ്രിപ്പില്ലാത്തത് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നു ടയറിന് ഗ്രിപ്പില്ലാത്തത് കൊണ്ടാണെന്ന്.
എന്തായാലും ദേ ഇതിങ്ങനെ തെന്നി താഴത്തോട്ട് പോകുമായിരുന്നു. എന്തായാലും കൊള്ളാം. ഇനിയും കുറച്ച് ദൂരമുണ്ട്. ഈ അന്തിവേന എടുക്കുന്നു ഇരുന്നിരുന്ന്. എന്തായാലും ഇനി തെന്നാൻ ശ്രമിക്കാം. എനിക്ക് ടയറിന് ഗ്രിപ്പ് കുറവാണ്, അതായിരിക്കും. അല്ല ഇങ്ങനെ തിന്നത്തില്ല. തെന്നിയുടെ തെന്നി ആര് പിടിച്ച് നിർത്താനാ പട്ടിക്ക്? ഏതൊരു മരണം നോക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇഗ്ലായിലെന്ന് വെച്ചാൽ ഒടുക്കത്തെ ഇഗ്ലായിൽ തിക്കുന്നില്ല. ഇതാണ് പാരൽ, ഇങ്ങനെയാ പാരൽ ചെയ്യേണ്ടത്. ഇത് കയറ്റും അതേ കൊണ്ട്. എന്തായാലും ഇനി 36 കിലോമീറ്ററും കൂടി. കുറച്ച് കഴിയുമ്പം ഞാൻ വല്ല കൊക്കെ വല്ല ആളെങ്ങനെ ബ്ലഡൊക്കെ ബാത്തായിട്ട് വിചാരിക്കും വ്ളോഗ് ചെയ്ത് കിടന്നുണ്ട്. വോയിസ് ഫൈനലി ഞാൻ മൂന്നാർ എത്തി കേട്ടാ. ചോദിക്കരുത് എങ്ങനെയാണ് വന്നതെന്ന്. ഞാൻ ഫുള്ളും കാട്ടിനകത്തൂടി മാത്രമായിരുന്നു വണ്ടി ഓടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. സാറിന് നമ്മൾ നോർമൽ റോഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വളഞ്ഞ് പറഞ്ഞ് ഹെയർ പിൻ കർവിലൊക്കെ വന്നാൽ പോരെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാട്ടിനകത്ത് കൂടി നേരെ 45 ഡിഗ്രിയുടെ ആംഗിളിനകത്ത് വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നു. വണ്ടിയുമായിട്ട് ഞാൻ മറിഞ്ഞു എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. മോനെ ഒരു സ്ഥലവും കാണുന്നില്ല. കുറച്ച് തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് ഇവിടെ എത്താന്ന് പറഞ്ഞിട്ട് ഞാൻ തേയിലത്തോട്ടം പോയിട്ടൊരു കോപ്പും കണ്ടിട്ടില്ല ഇവിടെ വരെ എത്തിയപ്പോൾ. തണുപ്പ് വേണമെന്നല്ലേ പറഞ്ഞു. എനിക്ക് നല്ല എളുപ്പമുണ്ട്. കാറ്റ് ബോളിലേക്ക് അടിച്ചടിച്ച് പോലെ തണുപ്പ് സെറ്റായിരിക്കുക. തണുത്ത് വിറച്ചിട്ടില്ല. ഇവരായിട്ട് വിറയ്ക്കുന്നതിന് മുമ്പേ ഞാൻ റൂമിലോട്ട് പോട്ടെ. ഇവിടെയാണ് റൂം എടുത്തത്. ഓൾറെഡി ഞാൻ ചെക്ക് ഇൻ ചെയ്ത്. ഇനി റൂമിലോട്ട് പോയാൽ മതി. ചലേ റൂമിൽ പോവാം. ബോയ്സ്, അപ്പോൾ ഇതാണ് ഈ റൂം. കുഴപ്പമില്ല, ഇന്ന് രാത്രിയിലത്തേക്ക് ഈ റൂം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതെന്താണ് സീത്രൂ മിററാ? അതൊക്കെ ഇന്ന് രാവിലെ കാണിക്കാം. സീത്രൂ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ആ റൂമിനകത്ത് ഞാൻ കുറച്ച് സ്വസ്ഥമായിട്ട് ഹീറ്ററൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഹീറ്ററൊന്നും ഇല്ല, AC ഇല്ലെന്നേ ഉള്ളൂ തോന്നുന്നു. നല്ല ചൂടുണ്ടേ. I hope you guys are wonderful. I'll see you guys next time. Till then, take care. Peace.